ഗുഡ് മോർണിംഗ് ഗായ്സ്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് നമുക്കൊരു ചില്ലി ചിക്കൻ ആയാലോ. അപ്പോൾ അതിലേക്ക് വേണ്ട കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് വേണ്ടത് നമ്മുടെ ചിക്കനാണ്. അപ്പോൾ ചിക്കൻ ഇവിടെ നന്നായി കഴുകി ഉപ്പും മഞ്ഞളും ഇട്ടിട്ടാണ് ഞാൻ കഴുകി വെച്ചിരിക്കുന്നത്. എനിക്ക് എന്താണെന്നറിയില്ല, ഉപ്പും മഞ്ഞളും ഇട്ട് കഴുകിയാൽ ഒരു തൃപ്തി ആവുള്ളൂ. അപ്പോൾ അതിൻ്റെ ലുക്ക് കണ്ടില്ലേ, ഇങ്ങനെ ഇരിക്കും അത്. അപ്പോൾ തന്നെ അത് നന്നായിട്ട് ക്ലീൻ ആയിട്ടുണ്ട്. അപ്പോൾ കാണുമ്പോൾ തന്നെ ഒരു സമാധാനമാണ്, നന്നായിട്ട് ക്ലീൻ ആയിട്ടുണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ കൂടുതൽ നീട്ടണില്ല. അപ്പോൾ നമ്മുടെ ചിക്കൻ കഴുകി ക്ലീനാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. അതിന് ശേഷം നമ്മുടെ മസാല ഞാനിവിടെ അരച്ച് വെച്ചിട്ടുണ്ട്. അരപ്പ് കണ്ടോ, ഇതിൽ നമ്മുടെ മലയാളീസിൻ്റെ ഫേവറേറ്റ് മസാലയാണ്. ഇതാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പോണത്. അതായത് മഞ്ഞളും ഉപ്പും കുരുമുളക് പൊടിയും ഇച്ചിരി കുരുമുളക്, പിന്നെ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഇതൊക്കെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് പേസ്റ്റ് ചെയ്യുക. അതിന് കൂടെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റും കൂടി അരച്ച് ഇത് നല്ലപോലെ പേസ്റ്റാക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പോൾ ഇത് ആവശ്യത്തിന് ഇതിലേക്ക് ഇടാം. ഓക്കെ ഗൈസ്. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് നമ്മുടെ എഗ് വൈറ്റ് ഉണ്ട്. എഗ് വൈറ്റൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. കോൺഫ്ലവർ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കൂടിയിട്ട് നമുക്കിതിനെ മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ ഗായ്സ്, അപ്പോൾ ഞാൻ ഇങ്ങനെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ സോയാ സോസും സോയാ സോസ് ഞാൻ ഇതാണ് എടുത്തിരിക്കുന്നത്. ഇതൊഴിച്ചിട്ടുണ്ട്. പിന്നെ ടൊമാറ്റോ കെച്ചപ്പ് വിനീഗറും ഒഴിച്ചെങ്കിൽ നമുക്കതൊന്നും കൂടി മിക്സ് ചെയ്ത് ഫ്രിഡ്ജിലൊന്ന് സെറ്റ് ചെയ്യാനായിട്ട് വെക്കാം. അത് എത്ര നേരം വെക്കുന്നോ അത്രയും നല്ലതാണ്. അപ്പോൾ അത്രയ്ക്കും അതിൽ ചിക്കൻ്റെ ഉള്ളിലേക്ക് മസാലകളൊക്കെ ഇറങ്ങി ചെല്ലും. അപ്പോൾ അത് വളരെ നല്ലതാണ്. കുറച്ചധികം നേരം 3 hours മേലെ വെക്കുകയാണെങ്കിൽ, ഇപ്പോൾ തലേദിവസം ഇന്ന് കുക്ക് ചെയ്യണമെങ്കിൽ തലേദിവസം വെക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റിയാവും, നല്ല സോഫ്റ്റ് ആവും ചിക്കൻ കേട്ടോ. അപ്പം നമുക്ക് നോക്കാം. ഇത് മിക്സ് ചെയ്ത് വെക്കാം. പിന്നെ ഫ്രിഡ്ജിലേക്ക് കുറച്ച് നേരം, ഇപ്പം ഞാൻ 3 hours വെക്കുന്നുള്ളൂ. 3 hours വെച്ചിട്ട് പിന്നെ നമുക്ക് കുക്ക് ചെയ്യാൻ എടുക്കണം. ഓക്കെ. അപ്പോൾ ഗായ്സ്, നെക്സ്റ്റ് നമുക്ക് പാൻ ചൂടാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ച അതേ സംഭവം കണ്ട ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനെ നമുക്ക് വറുക്കാനായിട്ട് ഇടാം. ഓക്കെ. അപ്പോൾ ഞാൻ ഇപ്പോഴൊന്നും ഇത്ര വെളിച്ചെണ്ണ മതി, ഇനി പോരെങ്കിൽ അപ്പോൾ ഒഴിക്കാം. അപ്പോൾ അങ്ങനെ നമ്മൾ ചിക്കൻ ഇങ്ങനെ വറുക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഗൈസ്, ഞാൻ ഇതിൽ മൈദ ചേർത്തിട്ടില്ല കേട്ടോ. എനിക്ക് മൈദ ഒട്ടും താല്പര്യമില്ല. മൈദ വീട്ടിൽ മേടിച്ച് വെക്കാറേ ഇല്ല. അപ്പം മൈദ ഇല്ലാത്ത ചില്ലി ചിക്കനാണ് നമ്മളിപ്പോൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, ഇവിടെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ അവിടെ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ കണ്ടോ, അതിൽ ഒരു മൈദയോ ഒരു ഫുഡ് കളറോ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഇത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. വറുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചില്ലി ചിക്കൻ ഉണ്ടാക്കുന്ന ഐറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ സ്ക്വയർ ഷേപ്പിൽ ഓണിയൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്യാപ്സിക്കം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പച്ചമുളകുണ്ട്. പിന്നെ സ്പ്രിങ് ഓണിയൻ. ഈ സ്പ്രിങ് ഓണിയൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയോ? ഇത് നമ്മുടെ വീട്ടിലുണ്ടായതാണ്. അപ്പോൾ അതിൻ്റെ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. അധികമായിട്ടില്ല വെച്ചിട്ട്, അപ്പോഴേക്കും നമുക്ക് ഒരുപാട് സ്പ്രിങ് ഓണിയൻസ് അവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഇതും കൂടി ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ലെറ്റ് സ്റ്റാർട്ട്. ഇനി നമ്മൾ പാൻ ചൂടാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇടാം. ആവശ്യത്തിനിടാം. ഓക്കെ. ഇളക്കി കൊടുക്കാം. പിന്നെ പച്ചമുളകും, ഇതിൻ്റെ ഒരു പച്ചമണം പോയി കഴിഞ്ഞാൽ അതിലേക്ക് പച്ചമുളക് ഇടാം. ഞാൻ അധികം ഒന്നും ആഡ് ചെയ്യുന്നില്ല, ബിക്കോസ് കുട്ടികൾക്ക് ഭയങ്കര എരിവ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കഴിക്കില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഓക്കെ. ഇതിലേക്ക് ഇങ്ങനെ നമ്മുടെ സ്ക്വയറായിട്ട് അരിഞ്ഞ് വെച്ച ക്യാപ്സിക്കവും സബോളയും ഒക്കെ നമ്മളിങ്ങനെ നന്നായി ഇളക്കി കൊടുക്കുക. അധികം വാടാനൊന്നും നിൽക്കണ്ട, പെട്ടെന്ന് തന്നെ എല്ലാം അത് ഇടാം. ഇനി നമുക്ക് സോസുകൾ ഇതിലേക്ക് ആഡ് ചെയ്യാം. ഗൈസ്, നമ്മൾ ഇതിലേക്ക് ഒരു സീക്രട്ട് ടിപ്സ് ഞാൻ ഇടാൻ പോവാണ്. അതായത് നമ്മുടെ മല്ലിയും മുളകും വറുത്തത്. ഇതാണ് നമ്മുടെ ഫുഡ് കളർ. നമ്മുടെ മലയാളീസിൻ്റെ സ്വന്തം, അമ്മയുടെ സ്വന്തം ഈ മുളകും മല്ലി വറുത്തത് ഇതിലേക്ക് ഇടാം. ഓക്കെ. ആവശ്യത്തിന് ഇട്ടാൽ മതി. എരിവുണ്ടാവും. നല്ല നാട്ടിലത്തെ മുളകാണ്. അപ്പോൾ അതിന് നല്ല എരിവുണ്ട്. അപ്പോൾ തന്നെ ഒരു കളറ് വരും. ഇതാണ് നമ്മുടെ ഫുഡ് കളർ എന്ന് പറഞ്ഞാൽ. ഇതാണ് നമ്മൾ ചില്ലി ചിക്കനിൽ ആഡ് ചെയ്യാൻ പോകുന്നത്. ഇതെൻ്റെ സീക്രട്ട് ടിപ്സാണ്, അമ്മയുടെ സീക്രട്ട്. അപ്പോൾ മല്ലിയും മുളകും വറുത്തത് ഇട്ടാൽ തന്നെ ഒരു നല്ലൊരു കളറ് വരും. ഇനി വേണമെങ്കിൽ ഇനിയും ഇടാം. ടേസ്റ്റ് നോക്കിയിട്ടൊക്കെ ഇട്ടാൽ മതി. കൂടെ തന്നെ നമ്മുടെ ഗരം മസാല, ചിക്കൻ്റെ ഗരം മസാലയും കൂടി ഇതിൽ ആഡ് ചെയ്യണം.
നമ്മുടെ നെക്സ്റ്റ് സോയാ സോസും ടൊമാറ്റോ കെച്ചപ്പും ഒക്കെ ഇതിലിടാൻ പോവാണ്. വിനീഗറും ഒഴിക്കാം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ അതിലേക്ക് ഇടാം. നമ്മൾ ചില്ലി ചിക്കൻ എന്തായെന്ന് നമുക്ക് നോക്കാം, തുറന്ന് നോക്കാം. വാവ്, അപ്പോൾ നമ്മുടെ ചില്ലി ചിക്കൻ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ, എന്നിട്ട് നമുക്ക് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. ഗായ്സ്, നമ്മുടെ ചില്ലി ചിക്കൻ ദാ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. വളരെ ടേസ്റ്റ് ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ഇതിലേക്ക് ഇനി ലാസ്റ്റ് ഒരു കാര്യം കൂടി ഉണ്ട്, നമ്മുടെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മുടെ വീട്ടിലുണ്ടായ സ്പ്രിംഗ് ഓണിയനും കൂടി ഇതിൻ്റെ മേലെ കൊടിങ്ങനിട്ട്. വാ, കാര്യം ഒരു സ്പ്രിംഗ് ഓണിയനാണ്, വലിയ കാര്യമൊന്നുമില്ല. പക്ഷെ നമ്മുടെ വീട്ടിലുണ്ടായത് ഇതിടുമ്പോൾ അതിനൊരു പ്രത്യേക സന്തോഷം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഒരു ചെറിയ കാര്യമായാലും നമ്മുടെ വീട്ടിലുണ്ടായതല്ലേ, നമ്മൾ നോക്കി വളർത്തിയുണ്ടായ സ്പ്രിംഗ് ഓണിയൻ ഇതിടുമ്പോൾ ഭയങ്കര സന്തോഷം. അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റ് ക്ലൈമാക്സ് ഓഫ് ചില്ലി ചിക്കൻ. എവ്രിവൺ മസ്റ്റ് ട്രൈ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരുന്നവരെ എല്ലാവരും സുഖമായിട്ടിരിക്കും. ടിൽ ദെൻ ടാറ്റ ബൈ ബൈ, സീ യു.